ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. എലിയും പൂച്ചയും എന്ന മലയാള പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? വരികൾ കണ്ടെത്താം, സംഭാഷണം തയ്യാറാക്കാം, ചിത്രം നോക്കി കഥ പൂർത്തിയാക്കാം, കൂടാതെ അടിക്കുറിപ്പ് തയ്യാറാക്കാം. ഇത്രയും പ്രവർത്തനങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ആദ്യത്തെ പ്രവർത്തനം വരികൾ കണ്ടെത്താം. പാഠപുസ്തകത്തിലെ പ്രവർത്തനമാണിത്. എലിയും പൂച്ചയും വലിയ ശരീരമുള്ളവരാണ് എന്ന് സൂചിപ്പിക്കുന്ന വരികൾ ഏതൊക്കെയാണ്? വരികൾ 4 വരികളുണ്ട്. അരികെയുള്ളൊരു പോട്ടിലിരിക്കും പെരുതായുള്ളൊരു മൂഷികനപ്പോൾ, അരിയായുള്ളൊരു പൂച്ചത്തടിയൻ കരയുന്നതു കേട്ടൊന്നു വിരണ്ടു. ഇവിടെ പെരുതായുള്ളൊരു മൂഷികൻ അപ്പോൾ എന്ന വരിയിൽ നിന്നും പെരുത് എന്നാൽ എന്താണ്? വലുത്. മൂഷികൻ വലുതാണ്, എലി വലുതാണ് എന്ന് മനസ്സിലാകുന്നുണ്ട് അല്ലേ? പൂച്ചത്തടിയൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പൂച്ചയ്ക്കും നല്ല വലിപ്പമുണ്ട്. ഇനി അടുത്തത്, കാര്യം കാണാനായി പൂച്ച എലിയെ പ്രശംസിക്കുന്ന വരികൾ ഏതാണ്? വലയുടെ ചരടു കടിച്ചു മുറിപ്പാൻ പല പല കൗശലമങ്ങുണ്ടല്ലോ, എലിയെന്നല്ല ഭവാനൊരു ദശയിൽ പുലിയേക്കാളതിവമ്പനതാകും. ഈ വരികളാണ് പൂച്ച എലിയെ പ്രശംസിക്കുന്ന വരികൾ. നിനക്ക് ചരട് മുറിക്കാനുള്ള പല കൗശലങ്ങളും സൂത്രപ്പണികളും ഒക്കെ അറിയാമല്ലോ. നീ ഒരു കാലത്ത് പുലിയേക്കാളും വമ്പനാവും എന്നെല്ലാമാണ് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, എലിക്ക് പൂച്ചയെ രക്ഷിക്കാൻ വലിയ താല്പര്യം ഇല്ലായിരുന്നു എന്ന് സൂചന ലഭിക്കുന്ന വരികൾ ഏതാണ്? ആ വരികൾ അരിയായുള്ളൊരു പൂച്ചത്തടിയൻ കരയുന്നതു കേട്ടൊന്നു വിരണ്ടു, ഉരിയാടാതെ മുഖം കാട്ടുന്നതും ഒരു കുറി കണ്ടാൻ പൂച്ചയുമപ്പോൾ. ഈ വരികളിൽ നിന്നാണ് നമുക്ക് ഇക്കാര്യം മനസ്സിലാകുന്നത്. പൂച്ച കരയുന്നത് കേട്ട് അവൻ വിരണ്ടു, എന്നിട്ട് ഒന്നും മിണ്ടാതെ അവിടെ മാറി നിൽക്കുകയാണ് ചെയ്തത് അല്ലേ? ഇനി അടുത്ത പ്രവർത്തനം, സംഭാഷണം എഴുതാം. പൂച്ച എലിയോട് സഹായം അപേക്ഷിക്കുന്നു. അപ്പോൾ അവർ തമ്മിൽ നടക്കാനിടയുള്ള സംഭാഷണം എഴുതുക. നമുക്ക് സംഭാഷണം എഴുതാം. പൂച്ച: ഏയ് മൂഷിക വീര, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. എലി: നിന്നെ രക്ഷിക്കാനോ? നീ ഞങ്ങളുടെ ശത്രുവല്ലേ? അപ്പോൾ പൂച്ച എന്തായിരിക്കും പറയുക? പൂച്ച: അങ്ങനെ പറയല്ലേ, എനിക്ക് ഭവാനോട് ഒരു ശത്രുതയുമില്ല. എലി: നിന്നെ വിശ്വസിക്കാമോ? പൂച്ച: വിശ്വസിക്കാം. വലയുടെ ചരട് കടിച്ചു മുറിക്കാൻ താങ്കളുടെ കയ്യിൽ പല സൂത്രപ്പണികളുണ്ടല്ലോ, അത് പ്രയോഗിക്കണം. എലി: ശരി, വല കരണ്ട് മുറിക്കാമോ എന്ന് ഞാൻ നോക്കട്ടെ. എലിയും പൂച്ചയും തമ്മിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക. എല്ലാ കൂട്ടുകാരും പാഠപുസ്തകത്തിൽ എഴുതണേ. ഇനിയുള്ള പ്രവർത്തനം ചിത്രത്തിൽ നിന്ന് കഥ എഴുതുവാനുള്ള പ്രവർത്തനമാണ്. വലയിൽ അകപ്പെട്ട സിംഹത്തെ എലി സഹായിച്ചിരിക്കുമോ? ഒരു കഥ എഴുതൂ. ചിത്രത്തിൽ നോക്കൂ. സിംഹം വലയ്ക്കകത്ത് ദയനീയമായി നിന്ന് എലിയെ നോക്കുകയാണ്. എലി എന്തൊക്കെയോ പറയുന്നുമുണ്ട്. ഈ ചിത്രം ഉപയോഗിച്ച് നമ്മൾക്ക് ഒരു കഥയുണ്ടാക്കാം. എല്ലാ കൂട്ടുകാരും കഥയ്ക്കൊരു പേര് നൽകണേ. ഒരിക്കൽ ഒരു സിംഹം വേട്ടക്കാരുടെ വലയിൽ അകപ്പെട്ടു. വലയിൽ നിന്ന് പുറത്തു കടക്കാൻ അവൻ ആവുന്നത്ര ശ്രമിച്ചു. ഒടുവിൽ തളർന്ന് വലയ്ക്കകത്ത് കിടക്കുകയാണ്. അതുവഴി ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി അവൻ തളർന്നു കിടന്നു. കുറേ സമയം കഴിഞ്ഞു. ദൂരെ നിന്നും ഒരു എലി വരുന്നത് സിംഹം കണ്ടു. എലിയെങ്കിൽ എലി. അവനോട് സഹായം ചോദിക്കാമെന്ന് കരുതി സിംഹം കാത്തു കിടന്നു. എലി അടുത്തെത്തി. വലയിൽ സിംഹം കുരുങ്ങിക്കിടക്കുന്നത് കണ്ട് അവൻ ഭയത്തോടെ നോക്കി. വലയെങ്ങാനും പൊട്ടിച്ച് അത് പുറത്തു വന്നാലോ എന്നായിരുന്നു അവൻ്റെ ഭയം. സിംഹം എലിയോട് ദയനീയ ഭാവത്തിൽ ചോദിച്ചു, എലിക്കുട്ട, വേട്ടക്കാർ വരും മുമ്പേ ഈ വലയൊന്ന് പൊട്ടിച്ച് എന്നെ രക്ഷിക്കാമോ? സിംഹത്തിൻ്റെ ചോദ്യം കേട്ട് എലി പറഞ്ഞു, പണ്ട് എൻ്റെ ഒരു മുത്തച്ഛൻ ഒരു സിംഹത്തെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്.
എന്ന് വെച്ച് നിന്നെ ഞാൻ രക്ഷപ്പെടുത്തിയാൽ എന്നെ തിന്നില്ലെന്ന് എന്താ ഉറപ്പ്? ഇത് കേട്ട് സിംഹം പറഞ്ഞു, ശരി, ഞാനിതാ സത്യം ചെയ്യുന്നു, നമ്മൾ എന്നും നല്ല സുഹൃത്തുക്കളായിരിക്കും. ഒടുവിൽ എലി വല കരണ്ട് മുറിച്ച് സിംഹത്തെ രക്ഷിച്ചു. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ കഥ നോട്ട്ബുക്കിൽ എഴുതുമല്ലോ. ഇനി അടുത്ത പ്രവർത്തനം വരയ്ക്കാം. പൂച്ചയും എലിയും സംസാരിച്ചുകൊണ്ട് നടക്കുകയാണ്. ചിത്രത്തിൽ പക്ഷേ എലിയെ കാണുന്നില്ല അല്ലേ? നമുക്ക് എലിയെ വരച്ചു ചേർക്കണം. തുടർന്ന് ചിത്രത്തിന് ഒരു അടിക്കുറിപ്പും നൽകണം. എല്ലാ കൂട്ടുകാരും പാഠപുസ്തകത്തിൽ ഇതുപോലെ എലിയെ വരച്ചു ചേർക്കില്ലേ? ഇനി ഈ ചിത്രത്തിന് യോജിച്ച എന്ത് അടിക്കുറിപ്പാണ് നിങ്ങൾ നൽകുക? അടിക്കുറിപ്പ് എന്നാൽ വളരെ ലഘുവായ രൂപത്തിൽ ആ ചിത്രത്തിൻ്റെ ആശയം വരുന്ന രീതിയിലാണ് നമുക്ക് എഴുതേണ്ടത്. ഇവിടെ പൂച്ചയും എലിയും വളരെ സൗഹൃദത്തിൽ സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുകയാണ്. ഒരു കാര്യം അറിയില്ലേ, പൂച്ചയും എലിയും ശത്രുക്കളാണ്. ഇപ്പോഴോ അവർ നല്ല സുഹൃത്തുക്കളായി മാറിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതിന് എന്ത് അടിക്കുറിപ്പ് നൽകാം? എലിയും പൂച്ചയും വരെ കൂട്ടുകാരായി, എന്നിട്ടും ഈ മനുഷ്യരെന്താ ഇങ്ങനെ? എല്ലാ കൂട്ടുകാരും ഇങ്ങനെ എഴുതുമല്ലോ. അപ്പോൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം ചെയ്ത് നിങ്ങളുടെ ടീച്ചറിന് അയയ്ക്കുക. ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായും അറിയിക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുമല്ലോ. ഇനി ഏതെങ്കിലും ക്ലാസ്സുകൾ ഒന്നുകൂടി കാണണമെന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ നിന്നും നിങ്ങൾക്ക് കാണാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.